ഇന്ന് ലോക അവയവദാന ദിനം. മരണശേഷം പലരിലൂടെയും ജീവിക്കാനുള്ള സുവർണാവസരമാണ് ഓരോ അവയവദാനവും മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് ആരുടെയെങ്കിലും സന്തോഷത്തിന് കാരണമാവുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ന് ലോക അവയവദാന ദിനം. മരണശേഷം പലരിലൂടെയും ജീവിക്കാനുള്ള സുവർണാവസരമാണ് ഓരോ അവയവദാനവും മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യജീവിതത്തിലെ മഹത്തരമായ ദാനങ്ങളിലൊന്നാണ് അവയവദാനം. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനും മരണശേഷം പലരിലൂടെയും ജീവിക്കാനും അവയവദാനത്തിലൂടെ സാധിക്കും. നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നതിനാലാണ് പലരും അവയവദാനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അവയവദാനം ചെയ്യുന്നത് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്നതടക്കം നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അവയവദാനത്തിന് രണ്ട് രീതികളാണുള്ളത്. ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ ദാനം ചെയ്യുന്നതും മറ്റൊന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചതിനു ശേഷം ദാനം ചെയ്യുന്നതും. ജീവിച്ചിരിക്കുമ്പോൾ അവയവം ദാനം ചെയ്യുന്നതിനെ ലൈവ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. മസ്തിഷ്ക മരണം സംഭവിച്ചതിനു ശേഷം ദാനം ചെയ്യുന്നതിനെ ഡിസീസ്ഡ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നു. കരൾ, ഹൃദയം, രണ്ട് വൃക്കകൾ, പാൻക്രിയാസ്, ഹൃദയവാൽവ്, കോർണിയ, ശ്വാസകോശം, ചെറുകുടൽ, കൈ എന്നീ അവയവങ്ങൾ ബന്ധപ്പെട്ടവരുടെ സമ്മതത്തോടെ മരണശേഷം ദാനം ചെയ്യാവുന്നതാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് തങ്ങളുടെ കരൾ, വൃക്ക എന്നിവ ദാനം ചെയ്യാവുന്നതാണ്. അവയവദാതാക്കൾക്കാണ് ഈ ഘട്ടത്തിൽ മുൻഗണന നൽകുക. അവയവദാനം പോലെ തന്നെ അവയവദാനത്തിന് ശേഷം എത്ര സമയത്തിനുള്ളിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് എന്നതും നിർണായകമാണ്. നിലവിൽ സ്ക്രീനിൽ കാണുന്ന സമയത്തിനുള്ളിൽ അവയവദാന പ്രക്രിയ പൂർത്തിയാക്കണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെങ്കിൽ 18 മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് അവയവങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ അവയവദാനത്തിന് ശേഷം ആരോഗ്യമുള്ള ദാതാവിന് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നല്ല ജീവിതശൈലിയിൽ സാധാരണ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.